നിങ്ങൾ ചായ കുടിക്കുന്നില്ലയോ? നമുക്ക് നേരത്തെ കുടിച്ചായിരുന്നോ? ഞങ്ങൾ ഇന്നലെ ഭവാനി ചേച്ചിയെ കാണാൻ വേണ്ടിയാ പടവലം വേണ്ടി ചെന്നത്. നോക്കിയപ്പോ അവിടെ ആരെയും കാണുന്നില്ല. നോക്കിയപ്പോ തെക്ക് വശത്ത് റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന പീറ്റർ പറഞ്ഞ് ഭവാനി ചേച്ചി ഇപ്പോഴും കൂടെ ഒന്നും വരുന്നില്ലെന്ന്. ഭവാനി ചേച്ചി പറമ്പൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണല്ലോ. നേരാ ഭയങ്കര കാടായിപ്പോയി ഇപ്പം. ഞങ്ങൾ ഇന്നലെ വീട്ടുമുറ്റത്തി എന്നപ്പോഴ് ആ പൊന്തക്കാട്ടിന് ഇങ്ങനെ എന്തോ ഒന്ന് എടുത്തിയാടി ഓടുന്നത് കണ്ട് ആ ഓട്ടം കണ്ടിട്ട് പുലിയാന്ന് പോന്നു കേട്ടോ. ആരാ കണ്ടത്? നടേശനല്ലയോ കണ്ടത്? അപ്പൊ പുലി ആയിരിക്കത്തില്ല, ആനയായിരിക്കും. കാട് പിടിച്ച് കിടക്കുവാന്ന് പറഞ്ഞപ്പോഴത്തേനൊന്ന് പൊലിപ്പിച്ചു നോക്കിയതല്ലയോ? ഞങ്ങൾ ഈ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ആയിട്ടേ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിക്കുക. അത് വേണം. എത്ര രൂപയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങ് തന്നോളാം. അയ്യോ, അതിന്റെ പൈസ ഒന്നും വേണ്ട, നമ്മുടെ കുടഞ്ഞാണ്ട പറമ്പല്ലേ. കാശ് വേണ്ട കേട്ടോ. ഇതേ ആ പുരാടത്തിനകത്ത് കുറെ വിറവുകൾ കിടപ്പുണ്ട്. ആ വീടിന്റെ ചായക്കടയും കൊണ്ട് കൊടുത്തേക്കാം കേട്ടോ. അതെ, അച്ഛൻ ആണ്ട് വരുമല്ലേ, നമുക്ക് വിപുലമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അയ്യോ പിന്നെ വേണം പിന്നെ അത് ആവശ്യം. അത് കുട്ടൻ ചേട്ടൻ പോയതിനു ശേഷം ഒരു വലിയ കാലഘട്ടം പോയാലും പോലെ ആയിപ്പോയി. കുട്ടൻ ചേട്ടൻ ഉള്ളപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഊർജ്ജം വരുന്നില്ലയോ? കാലം നീളുമ്പം മാറ്റങ്ങളും സംഭവിക്കും. ഇടയ്ക്ക് കുറച്ച് ദിവസം നിങ്ങൾ എല്ലാവരും അവിടെ വന്നു നിന്നാൽ വളരെ നല്ലതായിരിക്കും. ഞങ്ങൾക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ കേശുവിന്റെയും പാറുവിന്റെയും ഒക്കെ പഠിത്തം ഇവിടെ അല്ലേ, പിന്നെ അവിടെ ഇവിടേക്കായിട്ട് നിന്നാലേ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അവതാളത്തിലാവും. ഇനിയിപ്പോ അതിൽ ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചാ അതിന് അമ്മൂമ്മക്ക് താല്പര്യമില്ല. അല്ല, അമ്മൂമ്മക്ക് മാത്രമല്ല നമുക്കും താല്പര്യമില്ല. കേശുവേ, എടാ ഒരു വീടില്ലാത്ത ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടോടി നടക്കുക. വീടുള്ളവര് വീട് വിട്ടിട്ട് അല്ലെങ്കിൽ വീട് ഇട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അറിയാം എനക്ക്. അതൊരു വലിയ കണ്ടുപിടുത്താന്നല്ലോ. എനിക്കിട്ടൊന്ന് കുത്തിയതാന്ന് മനസ്സിലായി. നടേശനും വീട് കിടപ്പില്ലയോ? വെച്ച വീടുണ്ട്, ഭാര്യ വീടുണ്ട്, കുടുംബ വീടുണ്ട്. അതൊക്കെ വീടാണോ? നിങ്ങളുടെയൊക്കെ അല്ലയോ വലിയ വീട്. സാധനങ്ങളും തോളി വെച്ചോണ്ട് ഓട്ടോയും വിളിച്ച് വന്നതേ എന്നെ പരിഹസിക്കാനല്ലയോ? പിന്നെ ചേച്ചേ, ആ വീടൊക്കെ പുതുക്കി പണിത് പെയിന്റൊക്കെ ചെയ്തിട്ടേക്കൂല്ലേ. നിങ്ങൾ ആരെങ്കിലും അവിടെ വന്ന് നിന്നില്ലെങ്കിൽ പിന്നെ ഒക്കെ വെറുതെ ആവൂല്ലേ. ഒരാഴ്ച അവിടെ വന്ന് നിൽക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഉമേഷ് അവിടെ ഉള്ളത് കൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഉമേഷ് അവിടെ കിടന്ന് മലമറിക്കല്ലയോ. ചേച്ചി ഇടയ്ക്കൊക്കെ വന്ന് നോക്കിയെങ്കിലും ചെയ്യും. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ട് പോകണമെന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളാണ്. എവിടേക്കോ നിന്ന് ഭവാനിയേന്ന് വിളിക്കുന്നത് പോലെ ഈ ജന്മത്തിലെ എന്റെ ഭാഗ്യമായിരുന്നു. അല്ലേ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഊണിന്റെ കാര്യം നോക്കാൻ നിൽക്കാന്നോ? കേശുവേ, എടാ ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വേണേ? പിന്നെ നമ്മളൊന്ന് വിളിച്ചു നോക്കൂല്ലേ ചേച്ചേ? പിന്നെ അല്ല, മക്കളൊരു കാര്യം ചെയ്യും, മാർക്കറ്റിൽ പോയിട്ട് വാ. ഓക്കേ, ഞാൻ ദേ പോയി.